മാന്യപ്രേക്ഷകർക്ക് പ്രണാമം. എല്ലാ വർഷവും കർക്കിടകത്തിലെ കർത്തവാവിന് കേരളീയര് ലോകത്തിലെവിടെയായാലും പിതൃകർമ്മം നടത്താറുണ്ട്. പിതൃകർമ്മം നടത്തുന്നതിൻ്റെ പ്രസക്തിയും അർത്ഥവും സന്ദേശവും എല്ലാ മതത്തിലുള്ളവരും അറിഞ്ഞു വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തുള്ള പലർക്കും പിതൃകർമ്മം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. സൗകര്യങ്ങളില്ലെങ്കിലും കേരളത്തിനകത്ത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പിതൃകർമ്മം നടത്താറുണ്ട്. നിങ്ങൾക്ക് പിതൃകർമ്മം നടത്തണമെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും ധാരാളം പേര് വിളിച്ചു പറഞ്ഞിരുന്നു. അവർക്ക് പിതൃകർമ്മം നടത്താനുള്ള മന്ത്രമെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് വളരെ സുദീർഘമായിട്ടുള്ള കർമ്മങ്ങളില്ലെങ്കിലും ഇപ്പോൾ പറയുന്ന മന്ത്രങ്ങളെങ്കിലും നിങ്ങൾ ചൊല്ലുക. അർത്ഥവും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. ആദ്യം തെക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളി കഴിഞ്ഞ് രാവിലെ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യിൽ കുറച്ച് വെള്ളമെടുത്ത് ഈ മന്ത്രം ചൊല്ലണം. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ദേവന്മാർക്കും പിതൃക്കൾക്കും മഹായോഗികളായ ഋഷിവര്യന്മാർക്കും സ്വാഹ സ്വദ എന്നീ ദേവതാ സങ്കല്പങ്ങൾക്കും നിത്യവും ഞാൻ പ്രണമിക്കുന്നു. അടുത്ത മന്ത്രം തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്തിയാ പ്രാർത്ഥയാമി പ്രസീദമേ. എള്ളും വെള്ളവും ചേർത്തത് പിതൃക്കൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കാനായിട്ട് ഞാനിതാ സമർപ്പിക്കുന്നു. ഭക്തി പുരസ്സരം സമർപ്പിക്കുന്ന ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ആ രണ്ട് മന്ത്രവും ഒരിക്കൽ കൂടി പറയാം. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്തിയാ പ്രാർത്ഥയാമി പ്രസീദമേ എന്ന് പറഞ്ഞ് തൊഴണം. അടുത്ത് അരി വേവിച്ചതുണ്ടെങ്കിൽ, ചോറ് ആയിട്ടുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്ത് പറയുന്ന മന്ത്രം ചൊല്ലണം. അബ്രഹ്മണോ യേ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ഡ ബലിം ദദാമി. ഈ മന്ത്രം പറഞ്ഞ് ചോറ് ഉണ്ടയാക്കിയിട്ട് അത് ഒരു വാഴയിലയിൽ സമർപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ആബ്രഹ്മണോയേ പിതൃവംശജാത. ഈ പ്രപഞ്ചത്തിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ തറവാട്ടിൽ പിന്തലമുറക്കായി ജനിച്ച എല്ലാവർക്കും അബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമദീയ. അമ്മയുടെ വംശത്തിൽ ജനിച്ചവരും എൻ്റെ വംശത്തിൽ ജനിച്ചവരായ എല്ലാവർക്കും അബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത. എൻ്റെ വംശത്തിൽ എൻ്റെ ദാസന്മാരായിട്ട് എന്നെ സഹായിക്കാനായിട്ട് ജീവിച്ചവർക്ക് എല്ലാവർക്കും വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. ഭൃത്യന്മാർക്കും ആശ്രിതന്മാർക്കും സേവകർക്കും അവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പിണ്ടബലി സമർപ്പിക്കുന്നു. ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ. എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ മിത്രങ്ങൾക്ക് എൻ്റെ ശരീരം വളരാൻ ആവശ്യമായി എത്രയോ ജന്തുക്കളും സസ്യങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങൾ എനിക്ക് തരേണ്ടായി. അവരോടും ഞാനിതാ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പിണ്ടബലി സമർപ്പിക്കുന്നു. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര
നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര്, പരോക്ഷമായിട്ട് എന്നെ സഹായിച്ചവര്, അവർക്കും ഞാനിത് സമർപ്പിക്കുന്നു. ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരീയേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി. ജന്മജന്മാന്തരങ്ങളിൽ ആരെല്ലാമാണോ എന്നെ സഹായിച്ചത്, ഞാൻ ആരെയെല്ലാമാണോ സഹായിച്ചത്, അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാനിതാ ഈ പിണ്ടബലി സമർപ്പിക്കുന്നു. ഇനി തൊഴുതുകൊണ്ട് പറയാനുള്ള മന്ത്രമാണ് മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരുശ്വശുരബന്ധൂനാം ഈജാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്താ പങ്കവസ്തദാ വിരൂപാ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാ കുലേ മമ ഭൂമൗ ദത്തേന ബലിനാ തൃപ്തായാന്തു പരാം ഗതിം അതീത കുലകോടീനാം സപ്തദ്വീപനിവാസീനാം പ്രാണീനാമുദകം ദത്തം അക്ഷയ്യമുപതിഷ്ഠതു. അർത്ഥം എന്താണ്? മാതൃവംശേ മൃതായേശ്ച, അമ്മയുടെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയവര്. പിതൃവംശേ തദൈവച, അച്ഛൻ്റെ കുലത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയവര്. ഗുരുശ്വശുരബന്ധൂനാം, LKG മുതൽക്ക് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കുലത്തില് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയവര്. എൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വംശത്തിൽ ജനിച്ച് മരിച്ചു പോയവര്. മറ്റു ബന്ധുക്കള് ഗുരുശ്വശുരബന്ധൂനാം ഏജാന്യേ ബാന്ധവാമൃത, മറ്റ് ബന്ധുക്കൾ മരിച്ചവര്. ഏമേ കുലേ ലുപ്തപിണ്ഡാഃ, ആരും നോക്കാനില്ലാതെ എൻ്റെ കുലത്തിൽ ജീവിച്ച് മരിച്ചു പോയവര്. ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിത, ഭാര്യയും മക്കളുമില്ലാതെ മരിച്ചു പോയവര്. വിരൂപ ആമഗർഭാശ്ച, വിരൂപന്മാരായി ജീവിച്ച് മരിച്ചു പോയവര്. ആമഗർഭാശ്ച, ഗർഭമലസി ഗർഭത്തിൽ തന്നെ മരിച്ചു പോയവര്. വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാ കുലേ മമ, എൻ്റെ കുലത്തിൽ ജനിച്ച് ഒന്നുമില്ലാതെ മരിച്ചു പോയവര്. വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാ കുലേ മമ ഭൂമൗ ദത്തേന ബലിന, ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന ഈ ബലി കൊണ്ട് തൃപ്തായാന്തു പരാം ഗതിം, അവർക്ക് തൃപ്തി ഉണ്ടാകട്ടെ. അതീത കുലകോടീനാം, 7 ജന്മജന്മാന്തരങ്ങളില് ആരെല്ലാം എനിക്ക് വേണ്ടി സഹായിച്ചവരുണ്ടോ, സപ്തദ്വീപ നിവാസീനാം, അവരെ 7 കോണ്ടിനെന്റുകളിൽ എവിടെ ജീവിക്കുന്നവരാണെങ്കിലും പ്രാണീനാമുദകം ദത്തം, മനുഷ്യര് തന്നെ ആവണമെന്നില്ല, ഏത് ജീവജാലങ്ങളായാലും അവയ്ക്കെല്ലാം അക്ഷയം ഉപതിഷ്ഠതു, ക്ഷയമില്ലാത്ത, ഡീഗ്രഡേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി മന്ത്രം കഴിഞ്ഞു. ഇനി ഒന്നുകൂടി ആ മന്ത്രം മുഴുവനും പറയാം. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. തിലോദകം ച പിണ്ഡം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ പ്രാർത്ഥയാമി പ്രസീദ മേ. ആബ്രഹ്മണോ യേ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂതാ ഭൃത്യാഃ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ഡബലിം ദദാമി. മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരുശ്വശുരബന്ധൂനാം യേചാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്താ പങ്കവസ്തദാ വിരൂപാ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാ കുലേ മമ ഭൂമൗ ദത്തേന ബലിനാ തൃപ്തായാന്തു പരാം ഗതിം അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസീനാം പ്രാണീനാമുദകം ദത്തം അക്ഷയ്യമുപതിഷ്ഠതു എന്ന് പറഞ്ഞ് ഒരു തുള്ളി വെള്ളവും കൂടി കൊടുത്ത് 2 കൈയും കുപ്പി തൊഴുക. എന്നിട്ട് നമ്മൾ സമർപ്പിച്ച ആ പിണ്ടവും എള്ളും തുളസിയുടെ തറയിലോ അല്ലെങ്കിൽ വാഴയിലെ തറയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കളഞ്ഞ് ഇന്നത്തെ പിതൃകർമ്മം നടത്തിയിരുന്നു. അച്ഛനെയും അമ്മയെയും അവർ നമുക്ക് വേണ്ടി ചെയ്ത നന്മകളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഗുരുക്കന്മാരെയും എല്ലാവരെയും ചിന്തിക്കാനുള്ള ഒരു ദിവസമായി തീരട്ടെ ഇത് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.